ഒരു ബ്രില്യൻ്റ് ആയിട്ട് പുറത്തു വരുമ്പോൾ ദുൽഖറിന്റെ ആദ്യകാലത്തെ സിനിമകൾ മുതൽ നമുക്ക് ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ വെരി ബ്രില്യൻ്റ് ആണ്. അല്ലാതെ മമ്മൂട്ടിയുടെ മോനെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് അയാൾക്ക് ഒരു പ്രൊഡക്ടിവിറ്റി ഞാൻ കൊടുക്കുന്നില്ല. കാരണം മമ്മൂട്ടിയുടെ മോനെന്ന് പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ സിനിമയിൽ അഭിനയിക്കാനേ പറ്റും. ചാൻസ് എത്ര കിട്ടിയാലും പ്രൂഫ് ചെയ്യാൻ പറ്റണം. അതിന് കഴിവ് തന്നെ വേണം, സ്കില്ല് വേണം കേട്ടോ. നമ്മൾ എത്രയൊക്കെ ആയാലും ടെക്നിക്കിനൊക്കെ ഒരുപാട് പരിധിയുണ്ട്. നിങ്ങൾക്ക് ടെക്നിക്കിൽ പരിധി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചില തെലുങ്ക് സിനിമ നോക്കിയാൽ, ചില കന്നഡ സിനിമ നോക്കിക്കഴിഞ്ഞാൽ, ചില ഹിന്ദി സിനിമകൾ നോക്കി ടെക്നിക്കിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. ആ നടന്മാരുടെ സിനിമകളൊക്കെ നമുക്ക് പലപ്പോഴും പിന്നെ ഒരു എന്റർടൈൻമെന്റ് അല്ലാതെ വേറെ ഒരു മേഖലയിൽ ഉൾപ്പെടുത്താൻ പറ്റൂല. കാരണം പല ഓരോ നടന്മാർ, ഞാൻ ആരെയും നടന്മാർ പേര് പറയണില്ല, അതൊക്കെ ചിലപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഞാനൊരു ആളെ എതിർത്ത് പറയും പോലെ ആയിരിക്കും. അപ്പൊ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ പോകണം, വലിയ കഥകളെടുത്ത് ചെയ്യണമെങ്കിൽ അതിനൊക്കെ സ്കില്ല് വേണം. അപ്പൊ അത് മമ്മൂട്ടിയുടെ നടന് മകൻ എന്നുള്ള ഒരു കാറ്റഗറിയൊന്നും ഞാൻ ദുൽഖറിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നുമില്ല. ഞാനെങ്കിലും മമ്മൂട്ടിയുടെ മകൻ എന്നുള്ള ഒരു കാര്യം കൊടുക്കണമെന്ന്, സമ്പത്തുണ്ട് അവർക്ക്. പിന്നെ അവരധികം സ്പെൻഡ് ചെയ്യണമെന്നുമല്ല നാട്ടില്, അങ്ങനെയൊന്നും അല്ലാത്തവരുണ്ട്, ധാരാളം സമ്പത്തുണ്ട്. അപ്പൊ അവന് സമ്പത്തിനെ ബേസ് ചെയ്ത് സിനിമ ചെയ്യണ്ട, അങ്ങനെ ഒരു കാഴ്ചപ്പാട് പുള്ളിക്കാരനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് പുള്ളി ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് എടുക്കുന്ന സിനിമകളെല്ലാം തന്നെ നല്ല ഗംഭീരം പടങ്ങളാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഒരു അറ്റിറ്റ്യൂഡും അഭിനയ സാധ്യതയുള്ളതും കൂടെ നിൽക്കുന്നവർക്ക് അഭിനയിക്കാൻ സ്പേസ് കൂടെ കൊടുക്കുന്ന ചിത്രങ്ങൾ. ഇപ്പൊ മമ്മൂട്ടിയെ പോലെയല്ല, മമ്മൂട്ടിയുടെ 90% ചിത്രങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്രെയിം പോണത് മമ്മൂട്ടിയുടെ പിന്നെ ഇതിലായിരിക്കും. കഥ ഹൈപ്പ് ചെയ്യണമെല്ലാം മമ്മൂട്ടി ബേസ് ചെയ്തായിരിക്കും. പക്ഷെ ദുൽഖറിന് അങ്ങനെയില്ല. കഥ എന്താവശ്യപ്പെടുന്നോ അതിനനുസരിച്ച് പുള്ളി ചെയ്യുന്നു. അപ്പൊ എല്ലാ കഥാപാത്രങ്ങൾക്കും നല്ല പ്രാധാന്യമുണ്ട്. അപ്പൊ അതാണ് വ്യത്യാസം. അപ്പൊ അത് മമ്മൂട്ടിയുടേതായ ഒരു സ്റ്റാർ ഓഫ് സ്റ്റാൻഡ് കീപ്പ് ചെയ്യാനായിരിക്കണം, ചെയ്തല്ലേ പറ്റും. അതുകൊണ്ടല്ലേ അദ്ദേഹം ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ നടൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേറെ കാര്യം, മമ്മൂട്ടിയുടെ പ്രമേയമൊക്കെ ഈ അടുത്ത കാലത്തിറങ്ങിയ പടത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ അഭിനയത്തെ കുറിച്ച് എനിക്കും ബാധവരാത്ത അഭിപ്രായം തന്നെയാണ് ഉള്ളത്. അതൊക്കെ വേറെ കാര്യം, അത് അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോ ദുൽഖറിന്റെ കാന്തേ സിനിമ കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ ആ ഈ ലെവലിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, അതായത് മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ ലെവലിൽ നിന്ന് മാറി ദുൽഖർ എന്ന് പറയുന്ന നടൻ അദ്ദേഹത്തിന് സാമ്പത്തികപരമായിട്ട് ഇനിയിപ്പോ ജീവിക്കാൻ ഇതിൽ നിന്നുണ്ടാക്കണ്ട എന്നുള്ളത് കൊണ്ട് വലിയ വലിയ കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ളതിലുപരി നല്ല ബഡ്ജറ്റോടുകൂടി നല്ല കാമ്പുള്ള കഥാപാത്രങ്ങൾ പ്രേക്ഷകർ കാണാതിരിക്കുക ചെയ്യട്ടെ, പടം പൊളിയാതിരിക്കുക ചെയ്യട്ടെ, റിസ്ക് എടുത്ത് അദ്ദേഹത്തിന് മുമ്പിലെത്തുന്ന കഥയ്ക്ക് അദ്ദേഹം റിസ്ക് എടുത്ത് ചെയ്യുന്ന സിനിമകൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വ്യത്യസ്തനാവുകയാണ്. അദ്ദേഹം ഇതുവരെ ചെയ്ത ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച ചിത്രമാണ് കാന്ത. ഇതിനു